ഏതായാലും വളരെ സർക്കാരിൻ്റെ ഒരു കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകുമെന്ന് പറഞ്ഞതിനെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ ഒന്ന് രണ്ട് പോയിന്റുകൾ അതിനൊരു ക്ലാരിറ്റി വരേണ്ടതായിട്ടുണ്ടെന്നാണ് ഞാൻ അത് മന്ത്രിയുടെ പ്രസ്താവന കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, നാളെ അഭിഭാഷക കമ്മീഷൻ വരും. കമ്മീഷൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ല. ഒരു ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതിയുടെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരവുണ്ട്, പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ കോടതിക്ക് മുകളിലാണോ ഒരു മന്ത്രിയുടെ പ്രസ്താവന എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അതിലൊരു കൃത്യമായിട്ടൊരു ക്ലാരിറ്റി, കാരണം നാളെ പോലീസ് വരാതിരിക്കുന്ന ഒരു സാഹചര്യമില്ല, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിന്ന് കൃത്യമായിട്ട് നിർദ്ദേശം മുനിസിപ്പൽ കോടതിന് ഉണ്ടാകണം. അങ്ങനെ സോഫാർ അങ്ങനെ ഒരു നിർദ്ദേശമുള്ളതായിട്ട് മന്ത്രി പറഞ്ഞിട്ടില്ല. മന്ത്രി വാക്കാൽ പറഞ്ഞത് പോലീസ് വരില്ലെന്നാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഞങ്ങൾ സമരസമിതി അത് സംശയിക്കുന്നുണ്ട്. പോലീസ് വരാതിരിക്കാനുള്ളൊരു നിയമപരമായിട്ടുള്ള യാതൊരു നടപടികളും ഇതുവരെ എടുത്തിട്ടില്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മന്ത്രി തന്നെ പറഞ്ഞല്ലോ, അഭിഭാഷക കമ്മീഷൻ വരാം. അഭിഭാഷക കമ്മീഷൻ വരണമെങ്കിൽ കോടതി അതനുസരിച്ചുള്ള നിർദ്ദേശം, നിങ്ങളെല്ലാവരും ആ ഓർഡർ കൃത്യമായിട്ട് വായിച്ചതാണല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് ഇന്ന് ഹൈക്കോടതിയിലൊരു നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസ് കേൾക്കുന്നത് വരെ മറ്റു നടപടികളൊക്കെ നിർത്തിവെച്ച് ഇന്ന് ടുഡേ മൂവിയായിരുന്നു. ഇന്ന് അതെല്ലാം അങ്ങനെ എത്രയും ഇടപെടലുകൾ നടത്താമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഇടപെടലും വാക്കാലുള്ളൊരു പ്രസ്താവനയല്ലാതെ നിയമപരമായിട്ട് അത് എത്രത്തോളം പോകുമെന്ന് നിങ്ങളൊന്ന് നിയമപരമായിട്ടൊന്ന് ആലോചിക്കാം. രണ്ടാമത്, ഈ ഞങ്ങളുടെ സമരം വിജയം കണ്ടു എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഈ ഹൈക്കോടതിയിൽ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ നോട്ടീസ് എല്ലാ 19 ഏക്കറിൽ പെടുന്ന പുറമ്പോക്ക് വരുന്ന ആളുകൾക്ക് മുഴുവൻ നോട്ടീസുകൾ ഞങ്ങളുടെ സമയത്ത് കൊടുത്തിരുന്നു. ആ നോട്ടീസുകളുടെ അടിസ്ഥാനത്തിൽ ഈ രേഖകൾ പരിശോധിച്ച് വേണമെങ്കിൽ ഈ തണ്ടപ്പേര് സർക്കാരിന് റദ്ദ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ നേരത്തെ ഈ ശങ്കരൻ നായർക്ക് അനുവദിച്ച് എന്ന് പറയപ്പെടുന്ന തണ്ടപ്പേര് അദ്ദേഹം കരം അടിച്ചിരുന്നത് നിയമപ്രകാരമല്ല അദ്ദേഹത്തിന് കരമടയ്ക്കാൻ അനുമതി കൊടുത്തത് അന്ന്. അങ്ങനെയാണെങ്കിൽ സർക്കാർ തണ്ടപ്പേര് റദ്ദ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നിലവിൽ പാരിയത്തുകാവിൽ താമസിക്കുന്ന 8 SC കുടുംബങ്ങൾക്ക് പുതിയ അപേക്ഷ സമർപ്പിച്ച് വേണമെങ്കിൽ പട്ടയം കൊടുക്കാവുന്നതുള്ളൂ. ആ നടപടിക്രമങ്ങളാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ 2023 അവസാനത്തോടു കൂടി ഈ ഹൈക്കോടതിയിൽ നിന്ന് പുറമ്പോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. ഇപ്പോൾ നേരത്തെ ഇവിടെ ചോദിച്ചല്ലോ, ഇപ്പോഴത്തെ MLA പറഞ്ഞല്ലോ, എന്തുകൊണ്ട് ജനപ്രതിനിധിയും കഴിഞ്ഞ സർക്കാരും ഇടപെടും. കഴിഞ്ഞ സർക്കാരും അന്നത്തെ ജനപ്രതിയായിരുന്ന ഞാനും ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് കൊണ്ടാണ് ഇന്ന് സർക്കാരിന് അതിലേക്ക് ഈ കേസിലേക്ക് കക്ഷി ചേരാനെങ്കിലും കഴിയുന്നത്. അപ്പോൾ ആ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് ഞാൻ പാലിച്ചു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, 14 തവണ ഇത് തടഞ്ഞു നിർത്തിയത് സർക്കാരിൻ്റെ ഇച്ഛാശക്തി തന്നെയാണ്. ഇന്ന് ഈ കുടുംബങ്ങൾ ഇന്ന് ഇത്തരത്തിലൊരു ചർച്ച ചെയ്യാൻ ഈ കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം CPM ഈ സമരസമിതിയുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തായിരിക്കും ഇന്ന് ആ ബുൾഡോസർ വന്ന് ആ മുഴുവൻ വീടുകളും ഇടിച്ച് നിരത്തി അഭിഭാഷക കമ്മീഷൻ കോടതി വിധി നടപ്പിലാക്കിയേനെ. അതിൽ യാതൊരു സംശയവുമില്ല. ഈ മുഴുവൻ ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാനെ.